സ്ത്രീ കുറ്റവാളികളുടെ എണ്ണം മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി സ്വയം ജീവനൊടുക്കിയതിനോടനുബന്ധിച്ചിട്ട് 3 സഹപാഠികളായ വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്ത്രീ കുറ്റവാളികൾ, ഇപ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ പുരുഷന്റെ എല്ലാ ഐഡന്റിറ്റിയും മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കും. മറിച്ച് സ്ത്രീ തുല്യതയിൽ കുറ്റകൃത്യം ചെയ്ത സ്ത്രീയുടെ ഐഡന്റിറ്റിയോ മറ്റോ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാറില്ല എന്നതാണ്. ഇതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ കുറ്റവാളികൾക്ക് ഒരു പ്രചോദനം. തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും ശരി, അതിന്റെ എല്ലാ ഐഡി വശങ്ങളും മാധ്യമങ്ങൾ വെളിപ്പെടുത്തണം. അത് മറ്റുള്ളവർക്കൊരു താക്കീതായിട്ട് തന്നെയാണ്. ഇവിടെ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി, അതായത് ഒരു സഹപാഠിയുടെ മരണത്തിന് ഇടയാക്കിയ സംഭവത്തിന്റെ ഇതിലേക്ക് നയിക്കപ്പെട്ട പ്രതികൾക്ക് ഈ രീതിയിൽ ഒരു പരിവേഷം കൊടുക്കുമ്പോൾ മുഖങ്ങളെല്ലാം മറച്ച് അവരുടെ ഒരു ഐഡന്റിറ്റി പോലും മാധ്യമങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? നേരെ മറിച്ച് അത് പുരുഷൻ, അതായത് ഒരു ആൺ കുറ്റവാളികളാണെങ്കിൽ അവരുടെ എല്ലാ ഐഡന്റിറ്റികളും മാധ്യമങ്ങൾ വെളിപ്പെടുത്തുകയില്ലേ? തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ നിയമത്തിൽ തുല്യത വരണം. സ്ത്രീകൾക്ക് എന്തുമാകാം എന്നുള്ള രീതിയിലല്ല നമ്മുടെ നിയമം പോകേണ്ടത്. ഇന്ന് മറ്റുള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ഏതൊരു കുറ്റകൃത്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിന്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ കരങ്ങൾ ഉണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്ത്രീ കുറ്റവാളിയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്തിനാണ് ഒരു നിയമത്തിന്റെ ഒരു പരിരക്ഷ ഇത്തരം കുറ്റവാളികൾക്ക് കൊടുക്കേണ്ട ആവശ്യം? ഇപ്പൊ ലഹരി കേസുകളിലൊക്കെ പിടിക്കപ്പെടുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അതവിടെ സ്ത്രീയും പുരുഷനും ഒരു സംഭവത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ ആ പുരുഷന്റെ ഐഡന്റിറ്റി മാത്രമേ വെളിപ്പെടുത്തുന്നുള്ളൂ. സ്ത്രീ ഒന്നിക്കലും അവിടെ മുഖം മറക്കും, അല്ലെങ്കിൽ രീതിയിൽ അവരുടെ ഫോട്ടോസോ ഒന്നുപോലും കാണിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പീഡനം എന്നുള്ളൊരു സംഭവം. അതായത് ഉഭയകക്ഷി പ്രകാരം വർഷങ്ങളോളം ഒരുമിച്ച് താമസിക്കും. ഒരുമിച്ച് താമസിച്ച ശേഷം ഏതെങ്കിലും തരത്തിൽ അവർ വേർപിരിയുന്ന ഒരു ഘട്ടം, അതായത് ഏതെങ്കിലും തരത്തിൽ അവർ തമ്മിൽ വേർപിരിയുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ, എന്നെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു പരാതി സ്ത്രീ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ഒരു പേര് പോലും അത് കൊടുക്കാതെ അതിന് ഒരു അതിജീവിത എന്നുള്ള ഒരു പരിവേഷം കൊടുത്ത് ആ പുരുഷന്റെ എല്ലാ ഇതുകളും മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ സംഭവിച്ചത് ഉഭയകക്ഷി പ്രകാരം സംഭവിച്ചതാണ്. അവർ തമ്മിൽ സമ്മതത്തോടു കൂടി നടന്ന കാര്യങ്ങളാണ്. ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് തുടക്കത്തിൽ തന്നെ അങ്ങനെയുള്ള ഒരു വ്യക്തമായ അനുഭവം ഉണ്ടാവുമ്പോൾ പരാതിപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാം. ഇത് വർഷങ്ങളോളം ഒരുമിച്ച് താമസിച്ച് അവരുടെ എല്ലാ കാര്യങ്ങളും നേടി ഏതെങ്കിലും തരത്തിൽ തമ്മിൽ വേർപിരിയുന്ന ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തിപരത്തിന്റെ പേരിൽ മുതലെടുക്കാൻ വേണ്ടി ഒരു പരാതി കൊടുക്കുമ്പോൾ തന്നെ ആ പരാതി സ്വീകരിച്ച് മേൽ നടപടി പുരുഷന്റെ മേൽ ഇതാക്കുന്ന നിയമം വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ മലയാള സിനിമയിൽ പല നടന്മാർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള നടി അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു, എനിക്ക് പരാതികളൊന്നും ഇല്ല എന്നുള്ള ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. ഇത്രക്കാലം അവർക്കും ഒരു പുരുഷനും സമൂഹത്തിൽ മാന്യതയും അവർക്ക് അന്തസ്സും അഭിമാനവും കുടുംബവും ഒക്കെ ഇല്ലേ? അങ്ങനെയുള്ള രീതിയിൽ എന്തുകൊണ്ട് ഇത്തരം പരാതികൾ കിട്ടുമ്പോൾ തന്നെ മാധ്യമങ്ങൾ അത് വലിയൊരു കവറേജ് ആയിട്ട് കൊടുക്കുന്നത്? പലപ്പോഴും ഇത്തരം പ്രതികളൊക്കെ അവസാന ഘട്ടത്തിൽ തീർത്തും നിരപരാധികളാണെന്ന് കോടതി കണ്ടെത്തിയ പല സംഭവങ്ങളുണ്ട്. ഇതേപോലെ തന്നെ പോക്സോ കേസ് ദുരുപയോഗപ്പെടുത്താൻ തരത്തിലേക്കും എത്തിപ്പെടുന്ന സംഭവം. പല പോക്സോ കേസുകളിൽ നിന്ന് ദുരുപയോഗപ്പെടുത്തുന്ന സംഭവങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിനോ മറ്റോ പോക്സോ കേസ് ദുരുപയോഗപ്പെടുത്തി പല നിരപരാധികളെയും ജയിലടച്ചിട്ടുള്ള സംഭവങ്ങളുമുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം ജില്ലയിലെ ഒരു അധ്യാപകൻ ഇതിന്റെ പേരിൽ 72 ദിവസം ജയിൽ കടന്നത്. പിന്നീട് കോടതി തന്നെ അദ്ദേഹം ഒരു തീർത്തും നിരപരാധിയാണെന്ന് കണ്ടെത്തി. ഈ അധ്യാപകനോടുള്ള ഒരു വൈരാഗ്യം തീർക്കാൻ ഒരു കുട്ടിയെ വെച്ച് ഒരു കരിവാരി തേക്കുന്ന തരത്തിലേക്കാണ് ആ സംഭവം എത്തിപ്പെട്ടത്. അവിടെ അനുഭവിച്ചത് ആ പാവപ്പെട്ട ഒരു അധ്യാപകനാണ്, ഒരു തെറ്റും ചെയ്യാത്ത അധ്യാപകൻ. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം നിശ്ചയിച്ചതായിരുന്നു. ആ വിവാഹം അതിന്റെ പേരിൽ മുടങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ ഹൃദയരോഗിയായിട്ട് മാറി. അങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ അവസാനം കോടതി കണ്ടെത്തിയ അദ്ദേഹം തീർത്തും നിരപരാധിയാണെന്ന. അപ്പോൾ ഇങ്ങനെയൊക്കെ നിയമങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്ന സംഭവങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കാത്തത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മുടെ നിയമത്തിൽ തുല്യമായിട്ടുള്ള ഒരു ശിക്ഷ ഇതിലേക്ക് പോകണം.
സ്ത്രീ ചെയ്ത തെറ്റിനെ അതൊരു മറയാക്കി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം. അതിന്റെ എല്ലാ വശങ്ങളും അതിന്റെ എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾ വെളിപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഇതുപോലെ കുറ്റകൃത്യങ്ങളിലേക്ക് വരാൻ പോകുന്ന സ്ത്രീകൾക്കും ഒരു താക്കീതായിട്ട് മാറും. അല്ലാതെ പക്ഷം ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടേയിരിക്കും.